ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ടൈപ്പ് 3 ചോദ്യം നമുക്കിന്ന് നോക്കാം. ഒരാൾ എയിൽ നിന്ന് 60 km/h വേഗത്തിൽ സഞ്ചരിച്ച് ബിയിലെത്തുന്നു. അവിടെ നിന്നും 40 km വേഗത്തിൽ സഞ്ചരിച്ച് സിയിലെത്തുന്നു. ആകെ യാത്രയുടെ ശരാശരി വേഗത എത്ര എന്നതാണ് ചോദ്യം. ഇതിൽ ആ വ്യക്തി എയിൽ നിന്ന് ബിയിൽ നിന്ന് സിയിലേക്കും യാത്ര ചെയ്യുന്നുണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 60 km/h ആണ്. അതുപോലെ ബിയിൽ നിന്ന് സിയിലേക്ക് യാത്ര ചെയ്യുന്നത് 40 km/h വേഗത്തിലാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന അവരുടെ ശരാശരി വേഗത ആണ്. ഇവിടെ ദൂരം ഈക്വൽ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സാധാരണ പോലെ ശരാശരി കണ്ടാൽ മതി. നോർമലായിട്ട് ശരാശരി ചെയ്തത് പോലെ ചെയ്താൽ മതി. അപ്പോൾ 60 + 40 / 2 തന്നെ. അപ്പോൾ 2. അപ്പോൾ ആൻസർ 50 km/h.